to Giggly Cow. Hello guys, welcome back to our YouTube channel. ഇന്ന് ഞങ്ങൾ ചെറിയൊരു വ്ലോഗ് ആയിട്ടാണ് വന്നത്. ഞങ്ങളുടെ ഉമ്മന്റെ അനിയത്തി ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഞങ്ങള് എയർപോർട്ട് അറൈവൽ പറഞ്ഞാൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരിന്ന് വീട്ടിലേക്ക് വരുന്ന ദിവസമാണ്. യെസ്, അപ്പോ അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു സ്പെഷ്യൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആണ് സംഭവം. അപ്പൊ അതിനുള്ള കുക്കിംഗ്, ഫുഡിനുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഓൾറെഡി നടക്കുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അപ്പൊ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നുള്ളത് മെനു ഒക്കെ നമ്മൾ പറഞ്ഞിട്ട് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെയാണ് നമ്മള് ഉണ്ടാക്കുന്നത്. അപ്പോ ഇനി എന്തൊക്കെയാണ് എന്നുള്ളതും പിന്നെ ആരൊക്കെയാണ് ഓരോരുത്തരെ കാണിച്ചു. ഓക്കെ, പറ എന്താ സ്പെഷ്യല്? സ്പെഷ്യൽ എന്ന് വെച്ചാൽ നെയ്ച്ചോറാണ്. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് തൈരാണ്. ഗീ റൈസ്, ചിക്കൻ കറി, ബ്രോസ്റ്റ്, അതാണ് ഇന്നത്തെ സ്പെഷ്യല്. ഓൾറെഡി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് ബ്രോസ്റ്റ് ആണ്. ഇനി ബ്രോസ്റ്റിക്കുള്ള മയോണൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് മയോണൈസ് ഉണ്ടാക്കുന്നതിലുള്ള ഒരു വിദഗ്ധയാണ് ഞങ്ങളുടെ വീട്ടിലെ. ആദ്യം നമ്മൾ എന്നിട്ടു ഉരുളൻകിഴങ്ങ് ഇട്ടു, പാലൊഴിച്ചിട്ടുണ്ട്. ഈ കുക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല, ഒരു സുമാറ് എന്റെ വീട്ടിലുണ്ടാക്കും. നിറച്ച് വേണം, അങ്ങനെ നാടല്ലോ. ഒരു സുമാർ അളവാണ് അങ്ങനെ ഇടുക. ഈ നാടൻ വിനാഗിരി അത് വിനാഗിരി എന്താണ് മുട്ടന്റെ വെള്ള? മഞ്ഞളുടെ അല്ല, മഞ്ഞളുടെ ആൾക്കാര് നമുക്ക് വെള്ളം. ഈ കുക്കിന് വെള്ളം മാത്രം മതി. ഒന്നായിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ടിട്ടേ കുപ്പിയോണ്ട് ആക്കിയാൽ മതി. അപ്പൊ മഞ്ഞ കുപ്പിയൊക്കെ തരുന്നുണ്ട്. അതെ, അപ്പൊ എല്ലാം കൂടെ പോയിട്ടുണ്ട്. എന്താണത്, മഞ്ഞും പോയോ? ഇക്കോട്ടെ, കൊഴപ്പില്ല. അപ്പൊ വെള്ളം മാത്രം ഇട്ടാണ്ട് മഞ്ഞ ഒരു കളറാവും. ഇവിടെ മൊത്തം മെസ്സാണ്, നോക്കണ്ട. നമ്മള് കുക്കിങ്ങിലാണ്. കുക്കിങ്ങിലാവുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഈ അടുത്തത് ഉപ്പ്, അത്യാവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ടിടാം. ഓക്കെ, ഒന്ന് പഞ്ചസാര. ഓക്കെ ഓക്കെ, ഇനിയാണ് സൺഫ്ലവർ ഓയില്. ഹെൽത്തി ആണ്, കുറച്ച് ഉപയോഗിച്ചാൽ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഓക്കെ ഇങ്ങോട്ടാക്കണം. ബ്രോസ്റ്റ് എന്തൊക്കെയാണ് റെഡി ആയോ? എന്തൊക്കെയാണ് കുറവ് കൂടുതലൊക്കെ പറഞ്ഞത്. ഞങ്ങളുടെ താരം വന്നിട്ടുണ്ട്. ദിസ് ഈസ് ദ കുക്കിംഗ് പാർട്ട്ണർ. കുക്കിംഗ് പാർട്ട്ണർ ആണോ? ആണോ? എന്നിട്ട് ഇമ്മ എന്ത് ചെയ്യണത്? ചിക്കൻ പൊരിക്കാനേ അച്ഛന് കാണ്ടത്. എന്ത് മമ്മ ചെയ്യണത്? മമ്മ എന്താ ചെയ്യണത്? എന്താണ് യൂട്യൂബിനോട് നിനക്ക് പറയാനുള്ളത്? എന്തേ പറയാനുണ്ടോ ഫാദി? കുട്ട ഫാദി, കഴിക്ക്. ഷൈന എങ്ങനെയുണ്ട്? പിന്നെ സൂപ്പറായിരുന്നു. ഇവര് വിഷുവിന് പോയത് ഇവരില്ലായിരുന്നു. നമ്മളെ ഫുഡൊക്കെ കഴിച്ചു. ഇവര് സദ്യ കഴിച്ചു തരാണ്. പിന്നെ അത് വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.
ഒരാളുടെ വീഡിയോ എടുത്തിട്ടുണ്ട്. ശരിക്കും ഇന്നത്തെ വിഷു എന്ന് പറഞ്ഞത് ഇവൾക്കാണ്, കണ്ടോ? അതെ, ഓള് കൊണ്ടുപോയി. സാരി ബിരിയാണി ആയിരുന്നു. അങ്ങനെ വിഷു ഞങ്ങൾ ആഘോഷിച്ചു. വിഷുവിന് ഇവിടെ ഉണ്ടായിരുന്നത് ഗീ റൈസും ബ്രോസ്റ്റ്, പപ്പടം. യെസ്, ഇവിടെ ബിരിയാണി കഴിച്ചു വരികയാണേ. വിഷുവിന് ഒരു സ്ഥലത്ത് ബിരിയാണി, നമ്മള് ഗീ റൈസ്. അനുമിനു ആണ് വിഷു ആഘോഷിക്കാൻ അവളെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയത്. അവിടെ ഓൾക്ക് സദ്യ ഉണ്ടായിരുന്നു. ഒരു പായസം കൊടുത്തു വിട്ടിട്ടുണ്ട് അമ്മ. അപ്പൊ അമ്മ പായസം കൊടുത്തു വിട്ടിട്ടുണ്ട്. അഭിനന്ദന്റെ അമ്മ. അപ്പൊ ഓരത് വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. ഇനിയിപ്പോ അമ്മ പോവാൻ നിക്കാണ്. ഇനി ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാലുള്ള ഇനി നിക്കാൻ വരും. അപ്പൊ നമുക്കൊരു ഔട്ടിംഗ് ഒക്കെ പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കുന്നു. ഇവര് വേണം കണ്ടോ, 2 എണ്ണം ബ്രോസ്റ്റ് കഴിക്കണം 2 ആളും. അപ്പോ ഞങ്ങള് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഇനിയും വരുന്നതായിരിക്കും. വീണ്ടും സന്ധിക്കും വരേക്കും.